ജിയോന്റെ കമ്പനി ഒരു തട്ടിപ്പ് കേസിലൊക്കെ പെട്ടിട്ടുണ്ട് എന്ന രീതിക്കുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ആവുകയാണ്. അവരുടെ കമ്പനിയുടെ പേരൊന്നും തന്നെ പറയുന്നില്ലെങ്കിൽ പോലും ഏതൊരു വ്യക്തിക്കും അതൊക്കെ കാണുമ്പോൾ തന്നെ അവരുടെ കമ്പനിയാണെന്നുള്ള കാര്യം എല്ലാം തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കെ ജിയോണ് നെക്സ്റ്റ് കമ്പനിയുടെ ഡയറക്ടറുടെ അടുത്ത് നിന്നും ഒരു കോളൊക്കെ വരുന്നു. നേരത്തെ ആ ഒരു കമ്പനി ജിയോന്റെ കമ്പനീനെ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സെർച്ച് ഫോം ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ജിയോന്റെ കമ്പനിക്കെതിരായിട്ട് ഒരു അലിഗേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരും കോൺട്രാക്റ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നു. അത് കൂടാതെ ഇപ്പോൾ ഉൺഹോയുടെ ഫോണൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യുവാനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമ്പനീസ് ഒക്കെ അവന് മെയിലും അയക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ എംപ്ലോയീസിനും ഒരുപാട് കോൾസ് ഒക്കെ വന്നിട്ട് ഈ ഒരു കേസിനെ കുറിച്ചൊക്കെ ആയിരുന്നു അവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ജിയോണും എല്ലാവരെയും തന്നെ വിളിച്ചു കൂട്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. നമ്മുടെ കമ്പനിക്കെതിരായിട്ട് ഇപ്പോൾ ഒരു അലിഗേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കമ്പനിനെ അപമാനിക്കുന്ന രീതിക്കുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ നിരപരാധിത്വം ഒക്കെ തെളിയിക്കപ്പെടുന്നതാണ്. അതുവരെ നിങ്ങൾ കമ്പനിയിലൊന്നും വരേണ്ട കാര്യമില്ല, വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതിയെന്നൊക്കെ ജിയോണും അവരെ അറിയിക്കുന്നു. ജഹൂണും ഇതിനെല്ലാത്തിനും പിന്നിൽ അച്ഛനാണോ എന്നൊക്കെ അറിയുവാനായിട്ട് വോവിനെ കാണുവാനായിട്ടൊക്കെ ചെല്ലുകയാണ്. എങ്കിൽ പോലും താനല്ല ഇതിന് പിന്നിൽ എന്നൊക്കെ വോവും പറയുന്നു. പക്ഷെ വോവിന് ജഹൂണെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ നീ ആ കമ്പനിക്ക് ഉപേക്ഷിച്ച് എന്റെ കൂടെ വർക്കിന് വേണ്ടി വരണമെന്നൊക്കെ വോ പറയുമ്പോൾ ഒരിക്കലും അച്ഛന്റെ ഇഷ്ടപ്രകാരം അച്ഛന്റെ കീഴിൽ വർക്ക് ചെയ്യുവാനായിട്ട് ഞാൻ വരുന്നത് ആർക്കൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജഹൂണും പോകുന്നു. പക്ഷെ അവൻ പറഞ്ഞാൽ കേൾക്കാതെയൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ അവന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ക്യാൻസൽ ചെയ്യുകയും അതുപോലെ തന്നെ അവന്റെ വീടിന്റെ പാസ്കോഡൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൊടുത്ത വീട്ടിലൊക്കെ ആയിരുന്നു ജഹൂൺ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ വീടിന്റെ പാസ്കോഡൊക്കെ ഇനി അറിയണമെങ്കിൽ വൂവിനെ നേരിട്ട് കാണണമെന്നാണ് സെക്രട്ടറി അറിയിക്കുന്നത്. അങ്ങനെ നേരിട്ട് കണ്ട് പാസ്കോഡൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് വൂവിന്റെ കൂടെ കൂടേണ്ടതായിട്ടുണ്ട്. സോ ജഹൂണും ഒറ്റ നിമിഷം കൊണ്ട് വീട് പോയ വിഷമത്തിലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ജിയോണും ആകെ വിഷമിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ തന്റെ കമ്പനിയുടെ അവസാനമായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അവൾ നിൽക്കുമ്പോഴത്തേക്കും ഇതൊരിക്കലും അവസാനമല്ല, നിന്റെ ഒപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺഹോയ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നീട് അവളെ വീട്ടിലൊക്കെ കൊണ്ട് ആക്കിയിട്ട് അവൾ ഉറങ്ങുന്നിടം വരെ കാത്തിരിക്കുന്നതായിരിക്കുമെന്നും അതിനുശേഷം മാത്രമേ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓൺഹോ ഇരിക്കുമ്പോഴത്തേക്കും ആരൊക്കെയോ ചേർന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്ന ശബ്ദം അവനും കേൾക്കുന്നു. അങ്ങനെ അവനും ഡോറൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നേരത്തെ ആ ഒരു ഐക്കോണിക് കമ്പനിയൊക്കെ ഉണ്ടല്ലോ, ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരായിരുന്നു അത്. ജിയോണും ഈ ഒരു കമ്പനിയുടെ ഭാഗമാണെന്നൊക്കെ അറിഞ്ഞിട്ടായിരുന്നു ഞങ്ങളും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് പണമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജിയോൺ വേണം ഞങ്ങൾക്ക് പണമൊക്കെ തിരിച്ചു തരുവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ആകെ ദേഷ്യപ്പെടുന്നു. പിന്നീട് ഉൺഹോയും അവരെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയും അവരെത്തുമെന്നുള്ള കാര്യമെല്ലാം തന്നെ ഉൺഹോയിനെയും അവർ അറിയിക്കുന്നുണ്ട്. ജിയോണും ഇതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും അവളുടെ വീട്ടിൽ താമസിക്കുന്നത് സേഫ് അല്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ഉഡ്ഹോയും അവളെ കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്കൊക്കെ പോകുന്നു. ജിയോന്റെ കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിയോൺ ഞങ്ങളുടെ വീട്ടിലാണ് ഇന്ന് താമസിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ബിയോള് സിയോജുന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും അവളുടെ കമ്പനിയിൽ പ്രശ്നമൊക്കെ ആണെങ്കിൽ നീ ഒരിക്കലും സന്തോഷിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ സിയോജോണും അവൾക്ക് പറഞ്ഞൊക്കെ കൊടുക്കുന്നു. പിന്നീട് ബ്യോളും ജിയോണിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്കൊക്കെ പോയതിനു ശേഷം ബ്യോള് വരച്ചൊരു ചിത്രമൊക്കെ ജിയോണിനും കാണിച്ചു കൊടുക്കുന്നു. അതിന്റെ അകത്ത് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈറ്റമിൻ ക്യാൻഡി കൂടി അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കുന്ന സമയത്തെല്ലാം തന്നെ അച്ഛൻ സ്ട്രോങ് ആയിട്ടൊക്കെയാണ് ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നീയും ഇതൊക്കെ കഴിച്ചു നോക്കുക എന്നൊക്കെയാണ് ബ്യോളും പറയുന്നത്. ബ്യോളും എനിക്ക് ജിയോന്റെ കൂടെ വേണം കിടന്നുറങ്ങാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജിയോണിനെയും കൂട്ടിക്കൊണ്ട് അവളുടെ ബെഡിലൊക്കെ കൊണ്ടുപോയി കിടത്തുന്നുമുണ്ട്. ജിയോന്റെ മനസ്സിലും ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടാവുമെന്നും അതുകൊണ്ട് അവൾ കുറുക്കം വരികയില്ല എന്നുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന പിയോളും അവൾക്ക് വേണ്ടി പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. ആ ഒരു പാട്ടൊക്കെ കേട്ട് ജിയോണും ഉറങ്ങുന്നു. അങ്ങനെ ജിയോണൊക്കെ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും ബ്യോളും ജിയോണെ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ജിയോൺ നേരത്തെ തന്നെ എണീറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓൺഹോയും അവൾക്കൊരു കൂട്ടായിട്ടൊക്കെ അവളുടെ കൂടെ ചെന്ന് ഇരിക്കുകയാണ്. ജിയോണും ബിയോളും കൂടി ചേർന്നിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യിക്കാണ്. ഒൺഹോയിനെ അതിലൊന്നും തന്നെ പങ്കെടുപ്പിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കെ അവർക്ക് രണ്ടുപേർക്കും ശരിക്കും കുക്കിംഗ് ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പൊട്ടത്തരമൊക്കെ അവരും ചെയ്തു വെക്കുന്നുണ്ട്. ബ്രെഡ് പോലും കരിച്ചൊക്കെ കളയുന്നത് കാണുമ്പോഴത്തേക്കും ഉൺഹോയും അവരെ രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ട് സ്വന്തമായിട്ട് തന്നെ കുക്ക് ചെയ്യുന്നു. അങ്ങനെ ഉൺഹോ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ബിയോളും സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് തിരിച്ച് ഞാൻ എത്തുന്ന സമയത്തും നീ ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്നൊക്കെ ജിയോന്റെ അടുത്ത് പ്രത്യേകമായിട്ടൊക്കെ അവൾ പറയുന്നുമുണ്ട്. മിയയുടെ ഹസ്ബൻഡിന്റെ ബുക്ക് സ്റ്റോറിലേക്കൊക്കെ എത്തുവാനായിട്ടായിരുന്നു എംപ്ലോയീസിന്റെ അടുത്തൊക്കെ മിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം ഗ്യോറും ഇപ്പോൾ കടയൊക്കെ അന്വേഷിച്ച് നടന്നു വരുന്ന സമയത്ത്
ക്യുങ്ഹെനെയും ക്വാങ്ഹിനെയും കാണുകയാണ്. അവർ രണ്ടുപേരും കൈയൊക്കെ പിടിച്ചിട്ടായിരുന്നു നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും കടയുടെ തൊട്ട് മുമ്പിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവരും കൈയൊക്കെ വെടിപ്പിച്ചിട്ട് അകത്തേക്കും കയറിപ്പോകുന്നു. ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവരും തന്നെ അറിഞ്ഞതാണ്. അങ്ങനെ ഇരിക്കെ അവർ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ഇതൊന്നും ഒഫീഷ്യൽ ആക്കാത്തതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ക്യൂറിമോ നിൽക്കുന്നു. സ്കാം ഒക്കെ നടത്തുന്ന ആൾക്കാരെ സാധാരണഗതിക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കാറില്ല. പക്ഷേ ഐക്കോണിക് കമ്പനി അതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്നൊക്കെ ഉൺഹോ പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മുടെ കമ്പനിക്ക് ഇതിൽ ബന്ധമുണ്ടെന്നൊക്കെ കാണിക്കുവാനായിട്ടായിരിക്കും അവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ മിയയും സംശയിക്കുന്നു. നമ്മുടെ കമ്പനിക്ക് എതിരായിട്ട് വരുന്ന സംശയിക്കുവാൻ സാധിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നാമിന്റെ പേരൊക്കെ ക്യുഹേം പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ എന്തായാലും നാമിനെ ചെന്ന് കാണാമെന്നൊക്കെ കിമ്മും പറയുന്നു. ഈ ഒരു സമയത്താണ് ജിയോണിനെതിരായിട്ട് മറ്റൊരു ആർട്ടിക്കിളൊക്കെ വന്നത് അവരുടെ ശ്രദ്ധയിലും പെടുന്നത്. അതില് 5 വർഷങ്ങൾക്ക് മുമ്പ് ജിയോൺ വർക്ക് ചെയ്ത അതേ കമ്പനിയിൽ ഇതേപോലത്തെ തന്നെ ഒരു ഫ്രോഡ് കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അതേ കാര്യങ്ങളൊക്കെ ജിയോൺ ഇപ്പോൾ ആവർത്തിക്കുകയാണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു ആർട്ടിക്കിളും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഉണഹോയും ജിയോണിനെ അന്വേഷിച്ച് വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. ജൂണെ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അവളും ഹൈജിനെ കാണുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ഉൺഹോനെ അറിയിക്കുന്നു. നീയല്ല ഇതിനെല്ലാത്തിനും പിന്നിൽ. 5 വർഷങ്ങൾക്ക് മുമ്പ് സിയോലി മരിച്ചതിന് പിന്നിൽ നീയാണെന്നുള്ള സത്യം എല്ലാം തന്നെ എനിക്ക് അറിയാമായിരുന്നിട്ട് പോലും ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റ കൊടുക്കുവാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ രഹസ്യമൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ നീയും എന്നെ പേടിച്ചിട്ട് ഇപ്പോൾ എന്നെ കൊടുക്കുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജോൺ ചോദിക്കുമ്പോഴത്തേക്കും അതിനെല്ലാത്തിനും പിന്നിൽ ഹൈജിനാണെന്നൊക്കെ പറയാതെ പറയിക്കുകയായിരുന്നു അവളും. മാത്രമല്ല നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. പക്ഷെ നമ്മൾ ഒരുപോലെ അല്ല എന്നൊക്കെ നീ തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. നമ്മൾ രണ്ടുപേരും ഒരേ വർക്കൊക്കെയാണ് ചെയ്യുന്നത്. അതും ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കും കമ്മീഷൻ മാത്രമാണ് ആവശ്യം. അല്ലാതെ എംപ്ലോയീസിനെ ഒരിക്കലും നമ്മൾ മനുഷ്യരായിട്ട് കാണാറില്ല എന്ന രീതിക്കെല്ലാം തന്നെ ഹൈജിനും ജിയുടെ അടുത്തെല്ലാം തന്നെ സംസാരിക്കുന്നു. നിന്റെ കമ്പനി ഒരിക്കൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും തന്നെ നിന്റെ കൂടെ നിൽക്കുവാനായിട്ട് കാണുകയില്ല എന്നൊക്കെ ഹൈജിന് പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ ജിയുടെ മനസ്സിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അവളും തിരിച്ച് ഓഫീസിലേക്കൊക്കെ എത്തിയിട്ട് ഒഴിഞ്ഞ കസേരകളൊക്കെ നോക്കി നിൽക്കുന്നു. ജിയോന്റെ കൂടെ വർക്ക് ചെയ്ത ഓരോരുത്തരും ഏതെങ്കിലും രീതിക്ക് ഐക്കോണിക് കമ്പനിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുവാൻ സാധിക്കുമെന്ന രീതിക്കെല്ലാം തന്നെ അന്വേഷണമൊക്കെ നടത്തുകയാണ്. കിമ്മു ഇപ്പോൾ നാമിനെയൊക്കെ ചെന്ന് കാണുന്നു. അങ്ങനെ ഇരിക്കെ കിമ്മിന്റെ അടുത്തായിരുന്നു നാം ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതായത് കിം റോങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നല്ലോ നേരത്തെ നാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഹൈജിനെ ഏൽപ്പിച്ചത് കൊണ്ടാണ് തന്റെ ജോലി പോയതെന്നൊക്കെ പറഞ്ഞ് നാമും ആകെ ദേഷ്യപ്പെടുന്നു. എങ്കിൽ പോലും കിം നാമിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നൊക്കെ പോവുകയാണ്. ജിയോൺ ബുക്ക് സ്റ്റോറിലേക്കൊക്കെ എത്തിയതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഉൺഹോനെ കോൾ ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ ബുക്ക് സ്റ്റോറിൽ ഉൺഹോയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും ജിയോണിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാം തന്നെ ജിയോണും മനസ്സിലാക്കിയത്. ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടി കമ്പനിയല്ലേ. അങ്ങനെ ഇരിക്കെ കമ്പനിക്കെതിരായിട്ട് ഒരു അലിഗേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്നിച്ചല്ലേ നിൽക്കേണ്ടത്. അതുകൊണ്ടായിരുന്നു ഞങ്ങളും ഇതുപോലത്തെ ഒരു അന്വേഷണമൊക്കെ നടത്തുവാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ എല്ലാവരും കൂടി പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ജിയോണും ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.